ആദ്യം യുവരാജ് ഗോകുലിലേക്കാണ്. യുവരാജ്, ഇപ്പോൾ നോക്കൂ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചില അടിയൊഴുക്കുകൾ നടക്കുന്നതായുള്ള ചില വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ RSS പ്രവർത്തകരുടെ അർപ്പണബോധത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് NCP നേതാവ് ശരത് പവാർ. ഇങ്ങനെയൊരു തിരിച്ചറിവ് ഇപ്പോഴുണ്ടാകാൻ കാരണം എന്താണ്? 100 വർഷം പൂർത്തിയാകുന്ന RSS പ്രചാരകരുടെ അർപ്പണബോധം ശരത് പവാറിന് ബോധ്യപ്പെടാൻ ഇത്ര നാൾ എടുത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു RSSനെ ഇങ്ങനെ പ്രശംസിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? കൺവെൻഷണൽ മറുപടി പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ശ്രീ ശരത് പവാർ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും സീസൺഡ് പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന് ശരത് പവാറിനോളം അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP പാളയത്തിൽ പോലും വളരെ കുറവാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരള പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ K കരുണാകരൻ എന്തായിരുന്നോ അതിന് തുല്യമായ ഔന്നത്യമുള്ള ആളാണ് ശ്രീ ശരത് പവാർ എന്ന് പറയുന്നത്. ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ശരത് പവാർ RSSനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നടത്തിയിട്ടുള്ള എൻ്റെ ഡിബേറ്റിംഗ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പുറകിലോട്ട് എവിടെ നോക്കിയിരുന്നാലും ശരത് പവാറിനെ ഒരിക്കലും ഞാൻ വില കുറച്ച് സംസാരിക്കുന്ന കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ശരത് പവാർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. ഈവൺ NCP പിളർന്ന് അജിത് പവാർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോലും ശരത് പവാർ അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം NCP അത്രമേൽ അപകടകാരിയാണെന്നും INDI മുന്നണി മഹാരാഷ്ട്രയിൽ അത്രമേൽ സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള അനാലിസിസ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നതാണ്. അത് ഒരു പരിധിക്കും അപ്പുറത്തേക്ക്, എൻ്റെ കാൽക്കുലേഷനും അപ്പുറത്തേക്ക് അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ INDI മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരത് പവാറിന് കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് ശരത് പവാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ RSSനെ പുകഴ്ത്തി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം, നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ മുന്നണിയിലുള്ള ഒരാൾ RSSനെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ BJPയെ പുകഴ്ത്തുന്നു, RSSൻ്റെ കാര്യാലയം സന്ദർശിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമായിട്ടും ഇവിടെ ഒരു വലിയ ചർച്ചാ വിഷയവുമാണ്. നമ്മൾ ഈ മംഗലാപുരത്തേക്ക്, കാസർഗോഡ് ബോർഡർ അങ്ങ് കഴിഞ്ഞ് മംഗലാപുരം മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. 2014 ശേഷം മാത്രമാണ് അതൊക്കെ വലിയൊരു വിഷയമായി മാറുന്നത്. കേരളത്തിൽ പോലും ഒരു കാലഘട്ടത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംഘപരിവാർ വേദികളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ അതിന് രാഷ്ട്രീയമായി മറ്റൊരു തലത്തിൽ സോഷ്യൽ മീഡിയയും മറ്റ് ഇത്രയധികം ന്യൂസ് ചാനലുകളും ഒക്കെ വന്നതിന് ശേഷം അതിനെ പർവ്വതീകരിച്ച് മറ്റൊരു തലത്തിലാക്കുമ്പോഴാണ് വിഷയം വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും അത്തരത്തിലുള്ള വിഷയങ്ങളില്ല. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം INDI മുന്നണിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന INDI മുന്നണിക്ക് മുന്നിൽ വന്നിരുന്ന വലിയൊരു രാഷ്ട്രീയ സാധ്യത ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ സാധ്യതകൾ പരിപൂർണമായും അടഞ്ഞിരിക്കുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി മാസം 5-ാം തീയതിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടി, INDI മുന്നണിയുടെ ഭാഗമായിരുന്ന ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിക്കുകയാണ്. മറ്റ് പല മുന്നണികൾക്ക്, ആ മുന്നണിക്കകത്തുണ്ടായിരുന്ന പല പാർട്ടികളും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് കോൺഗ്രസ്സിന് ഞങ്ങൾ പ്രസക്തി കൊടുത്തിരുന്നത്, ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് എന്താണ് പ്രസക്തി എന്ന് അവർ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ചെലവിൽ എന്തിനാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കാൻ വരുന്നതെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഇത് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റ് സഖ്യകക്ഷികളുടെ ചിലവിൽ മാത്രം കുറച്ച് സീറ്റുകൾ ജയിച്ചു പോകുന്നതാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞിരുന്നത് അതിന് അടിവരയിടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികൾ, INDI മുന്നണിക്ക് അകത്തുള്ള പല രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരത് പവാറിൻ്റെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത് അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ടാണ്. ഇപ്പോൾ NCPയുടെ ബാക്കി വരുന്ന ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന MP-മാർ കൂടി അജിത് പവാറിനൊപ്പം ചേരുമെന്നും അവരും NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ള തലത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്.
ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം അവരും നിലപാടുകൾ മാറ്റുകയും NDAയോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാണ് എന്നുള്ള തലത്തിലുള്ള പ്രസ്താവനകൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് ആകെ ഉഴുതുമറിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും കാഴ്ചയുമാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് കാണുന്നത്, ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്. ഏതാണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഈ INDI മുന്നണി എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം 2024 തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ആ സംവിധാനം ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണികളിൽ ഒന്നാണ് ഇന്ന് ശരത് പവാർ തറച്ചിരിക്കുന്നത് എന്നാണ് ഇനിഷ്യൽ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.